അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിവാസ് ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് MIS കുറിച്ചാണ്. MIS റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് MIS? ആളുകൾക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടെ പറയുകയാണ്. MIS മീൻസ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റിലേക്ക് ഇൻഫോർമേഷൻ അയക്കുന്ന ഒരു രീതി. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ സ്റ്റാഫുകൾ ഡേ എൻഡ് റിപ്പോർട്ട് ചെയ്യും. എന്താണ് ആ ദിവസത്തെ പെർഫോമൻസ്, എന്താണ് ആ ദിവസത്തെ അച്ചീവ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് ബേസിക്കലി MIS എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. വലിയ വലിയ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിലൊക്കെ ആണെങ്കിൽ ഒട്ടനവധി MISകൾ വരും. അപ്പോൾ ഈ ICICI ബാങ്കിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു 100-200 ഒക്കെ MISകൾ വരും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്മൾ ഏത് സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ അനുസരിച്ചിട്ട് വരും. ചില സ്ഥാപനങ്ങൾ MIS ഓട്ടോമേറ്റ് ചെയ്യാറുണ്ട്, ചിലത് എക്സൽ വഴി MIS അയച്ചു കൊടുക്കാറുണ്ട്, ചില വാട്സപ്പിൽ ചില ആൾക്കാർ MIS അയക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഇൻഫോർമേഷൻസ് ആർ പാസിങ്. അപ്പോൾ ഈ MISൻ്റെ കേസിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ MIS എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ ഓർഗനൈസേഷൻ ഇങ്ങനെ വളരുന്ന സമയത്ത് നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ്, അധികാരം, അത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യും. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ പവേഴ്സ് കൊടുക്കും. നമ്മൾ മാത്രം ഒരു ബിസിനസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് വോണ്ട് സ്കെയിലപ്പ്, വലുതാവുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വി ഷുഡ് ഹാവ് എ ടീം. നമുക്ക് ടീം വേണം. അപ്പോൾ ആ ടീമിനെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് ടീമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് സിസ്റ്റമും പ്രോസസ്സും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക്, അതായത് ഈ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ജനറൽ മാനേജർ അല്ലെങ്കിൽ മാനേജർ ലെവലിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ ടീം എന്താ ചെയ്തത്, ആസ് പെർ കോർപ്പറേറ്റ് സ്ട്രാറ്റജി, ആസ് പെർ അവർ എന്താ പറയുക ഒബ്ജക്റ്റീവ് പ്രകാരമാണോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻസൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ MIS യൂസ് ചെയ്തത്. ഓരോ സ്ഥാപനങ്ങളും ഓരോ ഫോർമാറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് പവർ കൊടുക്കുന്ന സമയത്ത് MIS അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ടുള്ളൊരു കൺട്രോളിങ് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് ലിവാസ് എന്ന് പറയുന്ന കമ്പനി കേരളത്തിലുള്ള മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഒട്ടനവധി ബിസിനസ് ഓണേഴ്സുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിടത്തോളം നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഓണർ തന്നെയാണ് സെയിൽസിൻ്റെ മെയിൻ കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓണർ തന്നെയാണ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. സോ ഓണർ തന്നെയാണ്. അത് 10 കൊല്ലം 20 കൊല്ലം ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഒക്കെ ഇപ്പോഴും ഓണേഴ്സ് ആക്റ്റീവായിട്ട് ആ ഒരു ബിസിനസ്സിലുണ്ട്. അത് തെറ്റെന്ന് പറയുന്നില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ പരിമിതികൾ, നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റിയെ കുറയ്ക്കുകയാണ് ചെയ്തത്. ഒരു ഓണർ എന്ന് പറയുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്യാതെ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു ജനറൽ മാനേജറിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടണം. ഹി ഹാസ് ടു ബി ഡിറ്റാച്ച്ഡ് ഫ്രം ദ ഡെയിലി ഓപ്പറേഷൻസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഫിനാൻഷ്യൽ പവേഴ്സ് അല്ലെങ്കിൽ അതോറിറ്റി പവേഴ്സ്, അങ്ങനത്തെ പവേഴ്സ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം, മറ്റുള്ള ആളുകൾ കൊടുക്കണം. ആ സമയത്ത് നമുക്കൊരു കൺട്രോൾ ഉണ്ടാവണമെങ്കിൽ MIS വഴിയാണ് ആ കൺട്രോൾ കിട്ടുന്നത്. ഡേ ടു ഡേ കൺട്രോൾ കിട്ടണമെങ്കിൽ MIS വഴിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ സെഗ്മെൻറ്റിലും നമുക്ക് ഈ MIS ഉണ്ട്. MIS കൊണ്ടുവരാം. നമ്മുടെ ബിസിനസ്സിൻ്റെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ച് നമുക്ക് MIS ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ സെയിൽസ് ചെയ്യുന്നുണ്ടോ? സെയിൽസ് സ്റ്റാഫ് ഉണ്ടോ? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ? സെയിൽസ് മാനേജർ ഉണ്ടോ? എങ്കിൽ ഈ വീഡിയോ അത്യാവശ്യമാണ്. അപ്പോൾ സെയിൽസ് MISനെ കുറിച്ചാണ് പറയുന്നത്. ഇനി വരും വീഡിയോയിൽ ഓപ്പറേഷൻസ് ലെവലിലെ MISും HR ലെവലിലെ MISും സപ്ലൈ മാനേജ്മെൻറ്റ് MIS, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വെർട്ടിക്കൽസിലുള്ള MISനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സെയിൽസ് MIS. ഇപ്പോൾ സെയിൽസ് MIS ടേം പറയുന്ന പോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ടീമിൽ നിന്നും നമുക്ക് മാനേജ്മെൻറ്റിന് ഇൻഫോർമേഷൻ കിട്ടും.
അപ്പോൾ അത് നമുക്ക് പറഞ്ഞ പോലെ പല രീതിയിൽ ചെയ്യാം. ബട്ട് ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഓട്ടോമേറ്റഡ് വെർഷൻ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ വെർഷൻ ഓഫ് MIS ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ വെർഷൻ്റെ ഗുണം എന്താണ്? വാട്സാപ്പിലൊക്കെ അയച്ചാൽ അത് അടക്കം, പിന്നെ പോയി സെർച്ച് ചെയ്യണം. വാട്സാപ്പ് കഴിഞ്ഞ മാസം 2-ാം തീയതിയുള്ള MIS പോയി സെർച്ച് ചെയ്യണം. അത് വേറൊരു സ്റ്റാഫിനെ വെച്ച് കൊളാക്ട് ചെയ്യണം. കഴിഞ്ഞ ഒരു മാസത്തെ MIS മൊത്തം കൊളാക്ട് ചെയ്യാൻ പറയണം. സ്റ്റാഫ് 2-3 ദിവസം എടുത്തത് കൊളാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെല്ലാം സെർവറിൽ അല്ലെങ്കിൽ ക്ലൗഡിൽ നമ്മൾ സേവ് ചെയ്യും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് റിട്രീവ് ചെയ്യാം. അപ്പോൾ മാത്രമല്ല, നമ്മൾക്ക് ഈ ഡാറ്റ പൈലപ്പായി വന്നതിന് ശേഷം നമുക്ക് പുതിയ ടെക്നോളജീസായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രെഡിക്റ്റീവ് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയും ഈവൻ നമ്മുടെ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു സെയിൽസ് ന്യൂ ജോയിനി വന്നു കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ് പോലും നമുക്ക് AI ടെക്നോളജിയുടെ ഹെൽപ്പിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന്. അപ്പോൾ ഈ ഒരു സെയിൽസ് MISൻ്റെ കോറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, മെയിൻ തിങ്ങിൽ പോവുകയാണെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളതെന്നുള്ള കാര്യമാണ് ആദ്യമേ നോക്കാം. ആദ്യം ഡെയിലി MIS എന്നൊരു സംഭവം, സെയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡെയിലി MIS ഓരോ സ്ഥാപനത്തിനും ഓരോ രീതിയിലാണ്, പക്ഷേ ഇതൊരു ജനറൽ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്ഥാപനത്തിൻ്റെ രീതിക്കനുസരിച്ച് നമുക്കത് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് ചെയ്ത് തരാൻ പറ്റും. ഡെയിലി MIS എന്ന ഓപ്ഷനാണ് ഉള്ളത്. അതായത് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഓപ്ഷൻ. അതേപോലെ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഓർഗനൈസേഷൻസിലെല്ലാം സ്റ്റാഫുകൾ, സെയിൽസ് സ്റ്റാഫിൻ്റെ കേസ് എടുക്കുക, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അവർ വരുന്നു, വർക്ക് ചെയ്യുന്നു, പോകുന്നു. അതിൻ്റെ അപ്പുറത്തേക്കൊരു സയൻറ്റിഫിക്കായിട്ട് അവർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കുകയില്ല, അല്ലേ? എവരിബഡി നോസ്. ഞങ്ങൾ സംസാരിച്ചിടത്തോളം ഒരുവിധപ്പെട്ട 99% ആളുകളുടെ പറയുന്ന പ്രശ്നം ഇതാണ്. സ്റ്റാഫുകൾ, സെയിൽസ് സ്റ്റാഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്കൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. വരുന്നു, വർക്ക് ചെയ്യുന്നു, പോകുന്നു എന്നാണ്. എന്തുകൊണ്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ല? യു ഹാവ് ടു ടീച്ച് ദം ഹൗ ടു ഗെറ്റ് ഇൻവോൾവ്. എങ്ങനെയാണ് നമ്മൾ ഇൻവോൾവ്മെൻ്റ് ആവുക, ഡെഡിക്കേറ്റ് ആവുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു 5% ആളുകൾക്ക് സ്വയം ചിന്തിച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ എന്നാലും മെജോറിറ്റി ആളുകൾക്ക് മനസ്സിലാവുകയില്ല. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. വി ആർ ക്രിയേറ്റിംഗ് സിസ്റ്റം, വി ഹാവ് ടു മേക്ക് ദി സിസ്റ്റം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിലെ ഈ ഒരു പാർട്ട്, ടാക്ടിക്സ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വഴി നമുക്ക് ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് നമ്മുടെ സെയിൽസ് സ്റ്റാഫിൽ ഇംപ്ലാന്റ് ചെയ്യാൻ സാധിക്കും, കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു കേസ്, ഈ ഒരു പോർഷൻ എന്താണ് കേസ്? ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ, ടാക്ടിക്സ് മാനേജ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഇവരൊരു ലീഡ് കിട്ടി കഴിഞ്ഞാൽ ലീഡിന് സംസാരിക്കുമല്ലോ. ആ സംസാരിച്ചതിന് ശേഷം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം സംഭവം ഒരു പക്ഷേ പോസിറ്റീവായിട്ട് വന്നു, പക്ഷേ അവർക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല. ഇതാണല്ലോ മെജോറിറ്റി നടക്കുന്നത്. ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും? അവർ ഫോളോ അപ്പ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒരു അപ്രോച്ചും ഇല്ല, ഒന്നുമില്ല. പിന്നെയും വിളിക്കും, എന്തായി സാർ നോക്കിയോ, എന്തായി സാർ കണ്ടോ, എന്താ സംഭവമായി? ഇല്ല, ആയിട്ടില്ല, ഒരു 2 മാസം കൂടി കഴിയും. അപ്പോൾ അവരെന്ത് ചെയ്യും? ശരി ആയിക്കോട്ടെ, 2 മാസം കഴിഞ്ഞ് വിളിക്കും. ഇതാണ് നടക്കുന്നത്. സോ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി ഇൻവോൾവ്. സെയിൽസ് സ്റ്റാഫ് ഇൻവോൾവ് ആകണം. അവർക്ക് അവർ ബ്രെയിൻ യൂസ് ചെയ്യണം. ദേ ഷുഡ് ബി സ്മാർട്ടായിരിക്കണം, ബ്രെയിൻ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവിടെ ഡീൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലേ? സോ ഹിയർ ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പർപ്പസ് എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക, അവരെ കൊണ്ട് നമുക്കൊരു അവരെ ബ്രെയിൻ യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ആണ് പർപ്പസ്. അപ്പോൾ ഏത് കേസാണെന്നുള്ള കേസ് കസ്റ്റമർ അല്ലെങ്കിൽ ലീഡ് സെലക്ട് ചെയ്യുക. MIS ഹെഡ് എന്ന് പറയും. MIS ഹെഡ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മുടെ കമ്പനിക്കാണെങ്കിൽ കസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ഇ-കൊമേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്രോസ് സെൽ, അപ്സെൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ സ്ഥാപനം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് മാറ്റാനൊക്കെ, അപ്ഡേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും, കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും, കുഴപ്പമില്ല. ബട്ട് നോർമലി ഇപ്പോൾ ഒരു ലീഡ് എടുക്കുകയാണ്, അവരുടെ ഒരു സോഫ്റ്റ്വെയർ ആണ് സെലക്ട് ചെയ്യുന്നു. ഏത് പ്രോഡക്റ്റാണ്? ഒരു ലൊക്കേഷൻ ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് അവർക്ക് വേണ്ടത്. അതിവിടെ ടൈപ്പ് ചെയ്യുന്നു. എത്രയാണ് പൊട്ടൻഷ്യൽ റവന്യൂ, എത്രയാണെന്നുള്ള കേസ് നോക്കുക. എത്രയാണ് പൊട്ടൻഷ്യൽ റവന്യൂ? നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്കറിയാം, നമ്മുടെ പ്രൈസിങ്, അത് അവിടെ ടൈപ്പ് ചെയ്യാം. പൊട്ടൻഷ്യൽ റവന്യൂ എത്രയാണ്, അതായത് ഇന്ന ലീഡിന് ഇത്ര റവന്യൂ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കേസാണ് മെൻഷൻ ചെയ്യുന്നു. റിമാർക്സ് എന്താണ് സംസാരിച്ചപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെയാണ് റിമാർക്സിൽ എഴുതുന്നത്. ഇനി ടാക്ടിക്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ ഒരു ലീഡിൻ്റെ
അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ആ കാര്യങ്ങളൊക്കെ റിമാർക്സിൽ എഴുതി. ടാക്ടിക്സ് വെച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ടാക്ടിക്സ് ആണ്, എന്ത് ഐഡിയ ആണ്, എന്ത് സ്മാർട്ടായിട്ടുള്ള മെത്തേഡ്, എന്ത് അപ്രോച്ചാണ്, എങ്ങനെയുള്ള അപ്രോച്ചാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇവിടെയാണ്. അവിടെ അവർ ആലോചിക്കണം. അവരിവിടെ ആലോചിക്കണം, ഇതാണ് സംഭവം നടന്നത്, റിമാർക്സ് ഇതാണ് സംഭവം നടന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് അവർ ടാക്ടിക്സ് ചെയ്യാൻ പോകുന്ന കാര്യം അവരിതിനകത്ത് മെൻഷൻ ചെയ്യും, ടാക്ടിക്സ് ആഡ് ചെയ്യും. എന്നിട്ട് അവർ അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കേസസൊക്കെ അവർ എന്താണോ അവർ ആ ദിവസം അവർ ചെയ്ത കാര്യങ്ങൾ വിത്ത് സംഭവിച്ച കാര്യങ്ങൾ റിമാർക്സിൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നുള്ള അവരുടെ ഒരു ഐഡിയ, അവരവരെ ബ്രെയിൻ യൂസ് ചെയ്ത് അവർ തിങ്ക് ചെയ്ത് ഇനി എങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്നുള്ളൊരു സ്മാർട്ടായിട്ടുള്ളൊരു ടാക്ടിക്സ് ഇവിടെ അവരെ എൻട്രി ചെയ്യും. അതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ അവർ കിട്ടുന്ന ലീഡ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ പറയുന്നത്, സ്മാർട്ടായിട്ടൊരു ലീഡ് ഹാൻഡിൽ സിസ്റ്റം. രണ്ടാമത് ഇവരുടെ ഡെഡിക്കേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇവർക്ക് തന്നെ വി ആർ ഗോയിങ് ടു ഗീവ് സം ഫ്രീഡം. എന്ത് ഫ്രീഡമാണ്? ഇന്നൊവേഷൻ ഫ്രീഡം. ഇന്നൊവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റാഫിന് ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം കൊടുക്കാതെ നമ്മൾ ചെയ്യുകയാണ്, ഇന്നതാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഈ ഡെഡിക്കേഷനൊക്കെ കുറയും, മനസ്സിലായില്ലേ? അപ്പോൾ ദേ ഷുഡ് ബി, അവർക്ക് ആ എൻജോയ്മെൻറ്റ് ഉണ്ടാവണം അവരുടെ വർക്കിൽ. അപ്പോൾ വി ഹാവ് ടു ഗിവ് ദം ഫ്രീഡം. അപ്പോൾ ഈ ഫ്രീഡത്തിൽ ഇതെങ്ങനെ സംഭവം ചെയ്യാം? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിനകത്ത് അവർ പ്ലാൻ ചെയ്യാം. അവരുടെ കയ്യിൽ ലീഡ്സ് ഡാറ്റയൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 100 ഡാറ്റ ഉണ്ട്. ഒരു സെഗ്മെന്റ് എടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ യൂസ്ഡ് കാർസ് എന്ന് പറഞ്ഞ സെഗ്മെന്റ്. യൂസ്ഡ് കാർ സെഗ്മെന്റിന്റെ ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ യൂസ്ഡ് കാർ സെഗ്മെന്റ്, അപ്പോൾ സെഗ്മെന്റിൽ യൂസ്ഡ് കാർസിന് ടൈപ്പ് ചെയ്യാം. എത്ര കേസുണ്ട്? ലീഡ് 100 കേസുണ്ട്, ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഫണൽ സ്റ്റാറ്റസ്. ഫണൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഫണൽ എന്ന് വെച്ചാൽ സെയിൽസിനകത്ത് നമ്മൾ ലീഡ് മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തതിന് ശേഷം അവരുടെ സ്റ്റാറ്റസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ബേസിക്കലി ഉപയോഗിക്കുന്ന ഒരു ഫണൽ മെക്കാനിസം ഇതാണ് ഐഡ ഫണൽ എന്ന് പറയും. ഐഡ, അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസിഷൻ, ആക്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് വിളിക്കുമ്പോൾ ചില ആൾക്കാർ അവയർനെസ് സ്റ്റേജിലായിരിക്കും, കാര്യം മനസ്സിലായി. ചില ആൾക്കാർ ഡിസിഷൻ ആയിരിക്കും, ചില ആൾക്കാർ ഇൻട്രസ്റ്റ് കേസിലെ സ്റ്റാറ്റസിലായിരിക്കും. ഫണൽ. അപ്പോൾ നമ്മൾ വിളിച്ച ആൾക്കാർക്കിൽ യൂസ്ഡ് കാർസിനകത്തുള്ള അവയർനെസ് കേസസിൻ്റെ മൊത്തവും എടുക്കുക. ഇവിടെ യൂസ്ഡ് കാർസ് എന്ന് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ യൂസ്ഡ് കാർസിനകത്തുള്ള അവയർനെസ് കേസസ് 100 ഉണ്ട്. ആ 100 പേരുള്ള ആ നിഷ് കൗണ്ടർ, ആ 100 പേരുള്ള ആ സെഗ്മെന്റ്, യൂസ്ഡ് കാർസ് അവയർനെസ് ആയിട്ടുള്ള 100 ലീഡ്സ്, ആ സെഗ്മെന്റ് എടുത്തു. ഇവർക്ക് ഇനി എന്ത് കോൺസെപ്റ്റാണ് നമ്മൾ ഇവർ ചെയ്യാൻ പോകുന്നത്? ഇവിടെ അവർ ആലോചിക്കണം. ഈ സെയിൽസ് സ്റ്റാഫ് ഓരോരുത്തരും ആലോചിക്കും, എന്താണ് അവർ ഈ യൂസ്ഡ് കാർസ് അവയർനെസ് കാറ്റഗറിയിലുള്ള യൂസ്ഡ് കാർസിലെ 100 ലീഡ്സിന്റെ ഡാറ്റ കയ്യിലുണ്ട്. ഇവരോടൊക്കെ കോൺടാക്ട് ചെയ്താണ്. ഇവരെല്ലാം അവയർനെസ് സ്റ്റേജിൽ ഇരിക്കുന്ന കേസസാണ്. ഇവർക്ക് എന്ത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റാണ് ചെയ്യാൻ പോകുന്നത്? അവർക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. അവരവിടെ മാർക്കറ്റിംഗ് ബ്രെയിൻ അവരവർ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് അവരുടെ കോൺസെപ്റ്റ്? ഫോർ എക്സാമ്പിൾ യൂസ്ഡ് കാർ ചെയ്യുന്ന ആളുകൾക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ വേറെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള യൂസ്ഡ് കാർസിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റ് അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷം ഇങ്ങനൊരു ഫീച്ചർ അതിനകത്ത് ഇല്ലാത്തൊരു പുതിയൊരു ഫീച്ചേഴ്സ് അവർ കണ്ടെത്തിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യാം, കൈൻഡ് ഓഫ്. അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ, യൂസ്ഡ് കാർസ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന രീതിയിലൊരു ഫുൾ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ യൂസ്ഡ് കാർസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പാർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നൊരു കോൺസെപ്റ്റ്, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാൻ. അതാണ് കോൺസെപ്റ്റ്. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദിയർ ക്രിയേറ്റിവിറ്റി. അത് അവരിവിടെ ടൈപ്പ് ചെയ്യാം കോൺസെപ്റ്റ്, അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഡെയിലി ഇവർക്ക് അവരുടെ ഓരോ കേസസ്, പോസിറ്റീവായിട്ടുള്ള ഓരോ കേസസിൻ്റെയും റിമാർക്സ് ഉണ്ടാവുമല്ലോ, നടന്നു കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവ് എന്ന് അറിയുമ്പോൾ പിന്നെ ഈ നെക്സ്റ്റ് അപ്രോച്ചിൽ എന്താ ചെയ്യണമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടിയും, അതേപോലെ തന്നെ ഒരു നിഷ് എടുക്കുക, ഒരു മാർക്കറ്റിംഗ് മാനേജർ നിഷ്, ഒരു സെഗ്മെന്റ് എടുക്കുക, സെഗ്മെന്റിന് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ തയ്യാറാക്കാനുമുള്ളൊരു കേപ്പബിലിറ്റിയാണ് നമ്മൾ ഈ ഒരു പേജിലൂടെ നമ്മൾ കൊടുക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം ഇവർ എൻട്രി ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കിവിടെ പ്ലാൻസ് പ്രിപ്പയർ ആയി ടാക്ടിക്സ് ഒക്കെ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിലും കോൺസെപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കണ്ടോ, പ്ലാനിങ് ഫേസ്, എക്സിക്യൂഷൻ ഫേസ്. അതേപോലെ ഇവിടെ പ്ലാനിങ് ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്. അപ്പോൾ ഓരോ കേസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് വിളിച്ച് അവർ ടാക്ടിക്സ് പ്രകാരം അവരെ അപ്രോച്ച് ചെയ്തു, അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവും. ചിലപ്പോൾ സക്സസ് ആവാം, ഫെയിൽ ആവാം. അപ്പോൾ സക്സസ് ആണെങ്കിൽ സക്സസ് എന്ന് അവർ മെൻഷൻ ചെയ്യുക, ഫെയിൽ ആണെങ്കിൽ ഫെയിൽ എന്ന് മെൻഷൻ ചെയ്യുക. എന്തിനാ? നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഫ്യൂച്ചറിൽ ഈ ഒരു റിമാർക്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം AI തന്നെ റെക്കമെൻഡ് ചെയ്യും ഈ ടാക്ടിക്സ് ഉപയോഗിച്ച് നോക്കും. കാരണം ഈ ടാക്ടിക്സ് മറ്റുള്ള ആളുകൾക്ക് യൂസ് ചെയ്ത് ഇതേ സെയിം റിമാർക്സ് വന്നിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് ഈ ടാക്ടിക്സ് യൂസ് ചെയ്തപ്പോഴത്തേക്കും സക്സസ് വന്നു എന്ന് ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡ് ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് ഇതിനകത്ത് പിന്നീട് ആഡ് ഓൺ ചെയ്ത് ചേർക്കാൻ സാധിക്കും. സോ അപ്പോൾ സംഭവിക്കാം, സ്റ്റാഫിന് പിന്നീട് ചിന്തിച്ച് അണ്ടർസ്റ്റാൻഡ് ഒരു ചിന്തിക്കാനുള്ള ഇത് അത്രയും എഫോർട്ട് വേണ്ടി വരികയില്ല. മാത്രമല്ല പുതിയതായിട്ടൊരു സ്റ്റാഫ് ജോയിൻ ചെയ്താലും അവർക്ക് ഫസ്റ്റിൽ ആലോചിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഐഡിയാസും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് റെക്കമെൻഡേഷൻ വരുമ്പോഴത്തേക്കും അതിന് തന്നെ മനസ്സിലാവും, ഓക്കെ ഇങ്ങനൊരു ഐഡിയ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാനുള്ള ഇതൊരു എഫോർട്ട് ഉണ്ടല്ലോ, അതില്ലാതായി മാറും. സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ സോഫ്റ്റ്വെയർ തന്നെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യും. നമ്മുടെ ടൈം എത്രമാത്രം സേവ് ആവും നോക്ക്. അതേപോലെ ഓക്കെ, അപ്പോൾ ഈ എക്സിക്യൂഷൻസ് ഓരോന്നും അവർ അപ്രോച്ച് ചെയ്തതിന് ശേഷം ഈ റെസ്പോൺസ് അവർക്ക് അതിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ മാർക്കറ്റിംഗ് മാനേജർ 100 കേസസ് നമ്മൾ ഈ കോൺസെപ്റ്റ് ബ്ലാസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ കോൺസെപ്റ്റ് നമ്മൾ അവർക്ക് അറിയിച്ചു, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ്, SMS മാർക്കറ്റിംഗ്, വാട്ട് എവർ വേ ഇറ്റ് ഇസ് ഡൺ. ഇതിന് ശേഷം അതിൻ്റെ റെസ്പോൺസ് എന്താണ്, എന്ത് റെസ്പോൺസ് ആണ്, എത്ര പെർസെൻറ്റേജ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തുള്ള ഡാറ്റ എൻട്രി ചെയ്യാം. PRP പൊട്ടൻഷ്യൽ റവന്യൂ പ്രൊജക്ഷൻ. ഇപ്പോൾ ഒരു 100 പേരിൽ ഒരു 10 പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രൈസിങ് ഒരു 50,000 രൂപയാണെങ്കിൽ 5 ലക്ഷം രൂപ PRP എന്ന് ഇവിടെ 5 lakhs മെഷർ ചെയ്യാം. അതിനുശേഷം എത്ര എണ്ണം കൺവേർട്ട് ആയതിനു ശേഷം അറിയാം. ഒരു 3 ലക്ഷം രൂപയുടെ എമൗണ്ട് ബിസിനസ് കൺവേർട്ട് ആയെങ്കിൽ ആക്ച്വൽ റവന്യൂ 3 lakh എന്ന് മെഷർ ചെയ്യാം. കൺവേർഷൻ പെർസെൻറ്റേജ് അവർക്കൂടെ മെഷർ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് AI വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസ്ഡ് കാർസിൻ്റെ സെഗ്മെൻറ്റ് നാളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സ്റ്റാഫിന് അവരുടെ ഫോർ എക്സാമ്പിൾ തമിഴ്നാട്, ഇപ്പോൾ കേരളത്തിലെ സ്റ്റാഫ് യൂസ്ഡ് കാർസ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. തമിഴ്നാട് നിങ്ങളൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു, അവിടെ യൂസ്ഡ് കാർസിനെ ആഡ് ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് കോൺസെപ്റ്റ്സുകൾ കാണിക്കും. അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താലും ഇറ്റ് വിൽ വർക്ക് ദെയർ. അതാണ് ഈ AI പവർ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രാജുവലി നമുക്ക് എന്താ സംഭവിക്കുക, നമ്മുടെ പവർ കൂടും, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പവർ കൂടും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ. ആളുകൾ പറയും സോഫ്റ്റ്വെയർ അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് വല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഗൂഗിൾ ബൈ ബിസിനസ്സിലെ നമ്പർ 1 വരണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദി സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൻ്റെ ബെനിഫിറ്റ് എന്ന കേസ് ആളുകൾ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് എ കേസ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനകത്തൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു രീതിയിൽ ഈ ഒരു നമ്മുടെ സെയിൽസ് സ്റ്റാഫിനെ എംപവർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു MAS എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്. ഇത് കഴിഞ്ഞില്ല, ഇനി അതിന് ശേഷം ടുഡേസ് MAS പോയി കഴിഞ്ഞാൽ അപ്പോൾ എൻട്രി ചെയ്ത ഡേറ്റേഴ്സ് എല്ലാം കാണും. അത് അവസ്ഥ ജനറേറ്റ് PDF അടിക്കുമ്പോൾ സമയത്ത് ക്ലിക്ക് ചെയ്ത സമയത്ത് ഒരു PDF ജനറേറ്റ് ആവും. അതായത് സ്റ്റാഫിന് ഓരോ സ്റ്റാഫിനും ഡേറ്റേഴ്സ് എൻട്രി ചെയ്ത ശേഷം എൻഡ് ഓഫ് ദി ഡേ EODയിൽ അവർക്ക് ഇതേപോലെ ജനറേറ്റ് PDF എന്ന് പറഞ്ഞാൽ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, അത് അവരുടെ മാനേജറിന് അയച്ചു കൊടുക്കുക. സോ മാനേജറിന് ഒരു അടിപൊളി നല്ലൊരു ഭംഗിയായിട്ട് ഒരു MAS റിപ്പോർട്ട് PDF ഫോർമാറ്റിൽ ജനറേറ്റ് ആവും. അപ്പോൾ മാനേജറിന് പിന്നീടാണ് ജഡ്ജ്മെൻറ്റ് നടക്കുന്നത്. മാനേജർ ഓരോ കേസസ് PDF ഫയൽ എടുത്തിട്ട് ചെക്ക് ചെയ്യും. ഈ സ്റ്റാഫിൻ്റെ ഓരോ ദിവസത്തെ വർക്ക് ഡെയിലി MAS എന്തൊക്കെയാണ്, ആരെയൊക്കെ വിളിച്ചു, എന്താണ് സ്റ്റാറ്റസ് എന്ന് കാണാൻ പറ്റും. വ്യക്തമായിട്ട് വിത്ത് റിമാർക്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ ടാക്ടിക്സ് എന്തൊക്കെ ടാക്ടിക്സ് ആണ് അവർ ചെയ്തത്, ഒരു ദിവസം എന്തൊക്കെ പ്ലാനിങ് ആണ് പുതിയതായിട്ട് ചെയ്തത്, എന്താണ് അവർ ചെയ്യാൻ പോകുന്ന ടാക്ടിക്സ് എന്നൊക്കെ നോക്കിയിട്ട് മാനേജറിന് അവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്യുന്ന വിചാരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഡമ്മി ആയിട്ട് ഇപ്പോൾ ആൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ട് ടൈം സേവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സെയിൽസ് സ്റ്റാഫ് എന്ത് ചെയ്യും, അവർ MAS പോവുക, ടുഡേസ് MAS ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ഇതാണ് അവരുടെ ടുഡേയ്സ് എംഎസ് വരുന്നത്. അപ്പോൾ ടാക്ടിക്സ് മാനേജ്മെൻറ്റിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിനകത്ത് അവർ ചെയ്ത കേസസ്, ഡെയിലി എംഎസ്. അപ്പോൾ അവർ ഒരു ദിവസം പ്ലാനിങ് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ വരും. എന്നാൽ പഴയ പ്ലാൻസ് എപ്പോഴെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് അതും ഇതിനകത്ത് കാണിക്കും, ആ പർട്ടിക്കുലർ ഡേറ്റിൽ കാണിക്കും. സോ ഇങ്ങനെ എന്നിട്ട് ഇവരെന്ത് ചെയ്യും, ജനറേറ്റ് എംഎസ് PDF തന്നെ കൊടുക്കുക. അപ്പോൾ അവർക്ക് PDF ജനറേറ്റ് ആവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു MAS റിപ്പോർട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുകയാണ്. ഡെയിലി MAS, ഇന്നത്തെ ഡേറ്റ്, സ്റ്റാഫിൻ്റെ പേര്, എന്താണ് ടാക്ടിക്സ് മാനേജ്മെൻറ്റ്, എന്തൊക്കെ പ്ലാനിങ് ആണ് അവർ ഇന്നത്തെ ദിവസം നടത്തിയത്, അതാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, കസ്റ്റം സോഫ്റ്റ്വെയർ, അപ്സെൽ ക്രോസെല്, ഏതൊക്കെ ലീഡാണ്, ഏത് പ്രോഡക്റ്റാണ്, എന്താണ് റവന്യൂ, എന്താണ് അതിൻ്റെ റിമാർക്സ്, എന്താണ് ഇനി ചെയ്യാൻ പോകുന്ന ടാക്ടിക്സ് എന്നുള്ള കാര്യം മാനേജർക്ക് കാണാം. അപ്പോൾ മാനേജറൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണോ, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇതിപ്പോൾ ജസ്റ്റ് ഡമ്മി ആയിട്ട് എൻട്രി ചെയ്തിട്ടുള്ളൂ. അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് അവർ എൻട്രി ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഡമ്മി ഡേറ്റയാണ്. അപ്പോൾ ജസ്റ്റ് വീഡിയോയുടെ പർപ്പസിന് വേണ്ടി ആക്കിയതാണ്. അപ്പോൾ ഇതേപോലെ മാനേജേഴ്സിന് ഡെയിലി ഇവർ വൈകുന്നേരം എൻഡ് ഓഫ് ദി ഡേ അയച്ചു കൊടുക്കും. ഇതേപോലെ ഓരോ സ്റ്റാഫും റിപ്പോർട്ട് അയച്ചു കൊടുക്കുമ്പോൾ മാനേജറിനും പണിയാണ്. അപ്പോൾ നിങ്ങളുടെ മാനേജർ ദേ ആൾസോ ഹാവ് ടു വർക്ക്. അപ്പോൾ അവർ നോക്കും, ടാക്ടിക്സ് നോക്കിയിട്ട് എന്താണ് വേണ്ടതെന്നുള്ള കേസ് നോക്കിയിട്ട് അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാം. അപ്പോൾ ഒരു ദിവസം ഈ പർട്ടിക്കുലർ സ്റ്റാഫ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, ടാക്ടിക്സ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. വിത്ത് പ്രോഡക്റ്റ് വൈസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയാണ്. അതേപോലെ തന്നെ ആ ദിവസം എന്തൊക്കെ എക്സിക്യൂഷൻ നടന്നു എന്നുള്ള കേസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. കണ്ടോ, ടാക്ടിക്സ് പണ്ട് പ്ലാൻ ചെയ്ത കേസസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ കേസസ് ഒക്കെ എന്തൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്തത് കാണാൻ പറ്റും. കണ്ടോ, ഇതൊക്കെയാണ് ടാക്ടിക്സ്. റെസ്പോൺസ് സക്സസ് ആയി, അതേപോലെ ഇത് റെസ്പോൺസ് ഫെയിലായി. കണ്ടോ, അതേപോലെ തന്നെ ഇവർ എന്തൊക്കെ മാർക്കറ്റിംഗ് പ്ലാനിങ് ആണ് ഇന്ന് നടത്തിയെന്നുള്ള കേസ് സെപ്പറേറ്റ് കിട്ടും. ഇ-കോം ഹോസ്പിറ്റൽക്കാർക്ക് ഒരു 2000 ഡാറ്റ കയ്യിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഡമ്മിയാണ്, ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ മാനേജേഴ്സിനും അതേപോലെ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുകയും പ്ലാനിങ്ങിന് വേണ്ട മോഡിഫിക്കേഷൻസ് കൊടുത്തിട്ട് ചെയ്യാനും സാധിക്കും. മുൻകൂട്ടി അറിയാണ് നാളെ ചെയ്യാൻ പോകുന്ന കാര്യം, മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്യണം. അവർ ഇൻവോൾവ് ആണ്, സ്റ്റാഫ്. അതേപോലെ മാനേജർ ഓൾസോ വിൽ ഗെറ്റ് ഇൻവോൾവ്. അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സെയിം തന്നെ. എക്സിക്യൂഷൻ പാർട്ട്, പണ്ട് പ്ലാൻ ചെയ്ത കേസസ് അല്ലെങ്കിൽ ഇന്ന് പ്ലാൻ ചെയ്ത കേസസിന് എക്സിക്യൂഷൻ നടന്നു കഴിയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടു. ഈ ഒരു കേസ് പേഴ്സണലൈസ്ഡ് ഇമെയിൽ സീക്വൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് മാർക്കറ്റിംഗ് ചെയ്തത്. 500 പേർക്ക് യൂസ്ഡ് കാർസ് അവയർനെസ് കാറ്റഗറി ഉള്ള. അപ്പോൾ അതിൽ 31 പേരാണ് റെസ്പോൺസ് വന്നത്. മൊത്തത്തിൽ 20 ലക്ഷം രൂപയുടെ പൊട്ടൻഷ്യൽ റവന്യൂ ചാൻസസ് ഉള്ള ഒരു കേസാണ് മനസ്സിലായി. 31 റെസ്പോൺസ് വന്നു, 20 ലക്ഷം രൂപയാണ്. എന്നാൽ ആക്ച്വലി വന്നത് 1.2 lakhs ആണ്. അപ്പോൾ ഇതൊക്കെ ഡമ്മി ഡേറ്റയാണ്, കാൽക്കുലേറ്റ് നോക്കണ്ട, ഡമ്മി ഡേറ്റയാണ്. കൺവേർഷൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവരുടെ സ്റ്റാഫിൻ്റെ പ്ലാനിങ്ങിൻ്റെ റെസ്പോൺസ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇത് പിന്നെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. നിങ്ങളുടെ ഏത് സ്റ്റാഫിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് പ്ലാൻസ് സക്സസ്ഫുള്ളി ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കൺവേർഷൻ പെർസെൻറ്റേജ് കൂടിയിട്ട് പ്ലാൻസ് ഉണ്ടാക്കി കൺവേർഷൻ പെർസെൻറ്റേജ് ഏറ്റവും കൂടിയിട്ടുള്ള സ്റ്റാഫ് ഏതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കേണ്ട, അയാളെ പിടിച്ച് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡാക്കി ഇടുക, അതായത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടുക. ഹി വിൽ ഫ്ലറിഷ്. അപ്പോൾ ബൾക്ക് മാർക്കറ്റിങ്ങിൻ്റെ കേസൊക്കെ നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ സ്റ്റാഫിനെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി അവർക്കും നല്ല രീതിയിലൊരു കരിയർ ഡെവലപ്മെൻറ്റ് നമുക്ക് കൊടുക്കാനും സാധിക്കും. ഇത് കണ്ടോ, അതേപോലെ തന്നെ ടാക്ടിക്സ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നല്ല രീതിയിൽ സക്സസ് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് പ്ലാൻ ചെയ്ത് സക്സസ് ആക്കി എടുക്കുന്ന ആളാണെങ്കിൽ വേറൊന്നും ആലോചിക്കണ്ട, അയാളെ പിടിച്ച് ടീം ലീഡ് അടുത്തത്. മനസ്സിലായില്ലേ? കാരണം അവൻ്റെ ടാക്ടിക്സ് അവരുടെ ടാക്ടിക്സ് അവർ പ്രിപ്പയർ ചെയ്ത് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ ഹീസ് അല്ലെങ്കിൽ ഷീസ് എന്താ പറയുക, വെരി വെൽ ഫിറ്റ്. ഏത് റോള്, മാനേജർ റോളിലേക്ക് വെരി വെൽ ഫിറ്റ്, അല്ലെങ്കിൽ ടീം ലീഡിൻ്റെ റോളിലേക്ക് വെരി വെൽ ഫിറ്റ്. അവർക്ക് മറ്റുള്ള ആൾക്കാരെ ഗൈഡൻസ് ചെയ്യാൻ സാധിക്കുകയൊക്കെ ഈസിലി സാധിക്കും, അങ്ങനെയുള്ള ആൾക്കാരെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫിനെ അറിയാൻ പറ്റുമെങ്കിൽ അവർക്കും സ്റ്റാഫിനും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, സെയിൽസ് സ്റ്റാഫിന്. കാരണം അവർ ഓരോ കേസും അവർ ബുദ്ധി യൂസ് ചെയ്ത് ചിന്തിക്കുകയാണ്, എങ്ങനെ ചെയ്യും. അവർക്കൊരു എന്താ പറയുക, ഒരു സ്മാർട്ട്നെസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനൊരു നല്ലൊരു അഴകാർന്ന ഒരു PDF ഫോർമാറ്റിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടും. അതേപോലെ ഡെയിലി MAS വട്ടവർ അവർ ഓരോ ദിവസം ചെയ്ത കേസസ് ഒക്കെ കിട്ടും. അപ്പോൾ
അപ്പോൾ ഈ റിപ്പോർട്ട് ഡെയിലി ഓരോരോ സ്റ്റാഫും അവരുടെ മാനേജേഴ്സിന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാനേജറിന് ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി PDF-ലൂടെ മാനേജറിന് കാണാൻ സാധിക്കും. ഈ അവരുടെ ഓരോ സ്റ്റാഫിൻ്റെയും ലെവല് ജഡ്ജ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാൻ പറ്റും ആരൊക്കെയാണ് നല്ല ബ്രെയിനി ആയിട്ടുള്ള, നല്ല ചിന്തിക്കുന്ന കഴിവുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെയാണ് നാളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, ആരെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം എന്താ നടക്കുക, സ്റ്റാഫ് രാവിലെ വരുന്നു, കുറേ ആൾക്കാരെ വിസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ ആൾക്കാരെ കോൾ ചെയ്യുന്നു, ഓവർ ദ ഫോൺ കോൾ ചെയ്യുന്നു, വൈകുന്നേരം പോകുന്നു, നെക്സ്റ്റ് ഡേ വരുന്നു, പോകുന്നു, ഇതിങ്ങനെ പോകും. നമ്മൾ എത്രത്തോളം ട്രാക്ക് ചെയ്യാൻ പറ്റും? ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഓരോ സ്റ്റാഫിൻ്റെയും കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. അവരുടെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ഹാപ്പിനെസ് ഒക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കുകയും അവരിൽ നിന്നും നമുക്ക് നല്ലൊരു രീതിയിൽ ഒരു ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുകയും മാത്രവുമല്ല ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ വർക്ക് ലോഡ് കുറയും, നമ്മുടെ സ്റ്റാഫിൻ്റെ തന്നെ വർക്ക് ലോഡ് കുറയും. ഒരു നേരത്തെ പറഞ്ഞ പോലെ AI ഓട്ടോമാറ്റിക്കലി സക്സസ് കേസസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് റെക്കമെൻഡ് ചെയ്യും. ഈ ടാക്ടിക്സ് യൂസ് ചെയ്യും, ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ബിക്കോസ് പഴയ കാലങ്ങളിലെ മുമ്പൊക്കെ ഈ ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടിപ്പം വർക്കായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് യൂസ് ചെയ്യും. യൂസ്ഡ് കാർസ് ആണോ സക്സസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കും. അതിൽ സെലക്ട് ചെയ്യുക ഓരോ റീച്ച്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തുടങ്ങുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ബിസിനസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രമാത്രം പവർഫുള്ളാണ് ഈ ഒരു കേസ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താലും മതി. ഇതേപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാവുന്നതാണ്. സോ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനെ എംപവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സെയിൽസ് MAs ആണ്. ഇനി വി വിൽ ഡു ഗ്രാജുവലി ഓപ്പറേഷൻസ് MAs, HR MAs, സപ്ലൈ ചെയിൻ MAs, അങ്ങനെ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ് MAs, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് MAs, അങ്ങനെ ഏത് രീതിയിലുള്ള ഒരുപാട് MAs എന്തൊക്കെയുണ്ടോ അതിനെല്ലാത്തിനും നമുക്ക് MAs ചെയ്യാൻ പറ്റുകയും നാളെ അത് AI എംപവർമെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ we will discuss. Thank you.